ഈ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരനല്ല, ബ്രിട്ടീഷ് പൗരനാണ് എന്നൊക്കെ പറഞ്ഞ് കേസുകളുണ്ട്. ഈ കേസുകൾ കൊടുത്തതൊക്കെ നമ്മൾ വാർത്തയാക്കി. ആ കേസ് വല്ലതും ഉണ്ടോ? വല്ലതും നടക്കുന്നുണ്ടോ? നടപടി വല്ലതും ആകുമോ? മുമ്പ് ഈ കേസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. സുബ്രഹ്മണ്യൻ സ്വാമി നേരത്തെ ആഭ്യന്തര വകുപ്പിനെ സമീപിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിലെ വിവരങ്ങൾ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു കടലാസ് മാത്രമാണ് 6 കൊല്ലം മുമ്പ് സുബ്രഹ്മണ്യൻ സ്വാമിക്ക് കിട്ടിയത്. പിന്നെ അതിൽ ഫോളോ അപ്പ് ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ടാണ് സുബ്രഹ്മണ്യൻ സ്വാമി ഇപ്പോൾ ഡൽഹി കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഇപ്പോൾ സുബ്രഹ്മണ്യൻ സ്വാമി കോടതിയെ സമീപിക്കുന്നതിന് മുമ്പേ കർണാടകയിലെ വിഘ്നേഷ് ശിശിർ അലഹാബാദ് കോടതിയിൽ ഒരു കേസ് കൊടുത്തു. അപ്പോൾ ശിശിർ പോയിട്ട് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ കേസിൽ കക്ഷി ചേർന്നു. എൻ്റെ കേസ് അലഹാബാദിലുണ്ട്, അപ്പോൾ അതിൻ്റെ ഒക്കെ തീരുമാനം അറിഞ്ഞിട്ട് ഇതിൽ എന്തെങ്കിലും പറയാവൂ. അപ്പോൾ സമാന്തരമായി പിന്നെ കോൺഫ്ലിക്റ്റിംഗ് ഡയറക്റ്റീവ്സ് പറ്റില്ല. അതുകൊണ്ട് അവിടെ നടക്കുന്നതിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സത്യവാങ്മൂലം തന്നേക്കാൻ പറഞ്ഞു. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ അറിയിക്കാനും ഡൽഹി കോടതി പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ അതിലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ SB പാണ്ഡെ അസിസ്റ്റൻറ്റ് ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ഹാജരാകുന്നുണ്ട് അലഹാബാദ് കോടതിയിൽ ഈ കേസിൻ്റെ അകത്ത്. അപ്പോൾ വീണ്ടും ഇന്നലെ ഇതിൻ്റെ വാദം വന്നു. ഇന്നലെ അവധിക്ക് വെച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിഘ്നേഷ് ശിശിറിൻ്റെ പരാതി, വിഘ്നേഷ് ശിശിർ CBIക്കും പരാതി കൊടുത്തിട്ടുണ്ട്. മുമ്പിൽ CBIയുടെ മുമ്പിൽ പോയി ഹാജരായിരുന്നു എന്നൊക്കെ വിഘ്നേഷ് ശിശിർ എന്നോട് പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ പരാതി ആഭ്യന്തര വകുപ്പിൻ്റെ മുമ്പിലുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഇത് പ്രോസസ്സ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് SB പാണ്ഡെ പറഞ്ഞു, ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ. അപ്പോൾ കോടതി പറഞ്ഞു ഇത് ഡിസംബർ 19 അവധിക്ക് വയ്ക്കുകയാണ്. അപ്പോൾ 3 ആഴ്ച സമയം കിട്ടും. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ അകത്ത് ആഭ്യന്തര വകുപ്പിൻ്റെ തീരുമാനം പറയാൻ കോടതി ഉത്തരവിട്ടു. അതായത് ബ്രിട്ടീഷ് പൗരനാണോ അല്ലയോ. അല്ല, അത് ബ്രിട്ടീഷ് പൗരനാണെന്നുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടല്ലോ. അവിടെ ബാക്ക് ഓപ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഷെയർ ഉണ്ടായിരുന്നു. റൗൾ വിൻസി എന്ന മറ്റോ പേരിൽ രാഹുൽ ഗാന്ധി തന്നെ അത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് ടാക്സ് അടച്ചിട്ടുണ്ട്. ഇതിന് ഡോക്യുമെൻ്റൊക്കെ സുബ്രഹ്മണ്യ സ്വാമി ഹാജരാക്കിയിരുന്നു. ഒരു ഘട്ടത്തിൽ ഈ ബാക്ക് ഓപ്സ് എന്ന് പറഞ്ഞ വേറൊരു 2 കമ്പനികളുണ്ട്. ഒരു കമ്പനിയിൽ പ്രിയങ്ക ഉണ്ടായിരുന്നു, അത് ഇന്ത്യൻ കമ്പനി. അത് പിന്നെ അടച്ചുപൂട്ടി. അതിനുശേഷമാണ് പിന്നീട് ഇപ്പോൾ ബ്രിട്ടനിലെ ബാക്ക് ഓപ്സും ഇപ്പോൾ ഇല്ല, അതുമില്ല, ലിക്വിഡേറ്റ് ചെയ്തു. ഇത് ആ കഥ പറയുകയാണെങ്കിൽ, ഇയാൾ ആ സമയത്ത് ഹാർവാർഡിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഹാർവാർഡിൽ നിന്ന് എന്തുകൊണ്ട് ഇയാൾ മണ്ടനാണെന്ന് അവർക്ക് തോന്നിയിട്ടാണോ എന്ന് നമുക്ക് അറിയില്ല. റോളിൻസ് ഫ്ലോറിഡ എന്ന് പറഞ്ഞ കോളേജിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് MPhil ട്രിനിറ്റി കോളേജിൽ ഓക്സ്ഫോർഡിൽ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അതൊക്കെ ദുരൂഹമായിട്ടുള്ള കാര്യമാണ്. കാരണം അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞത് ഈ വിഷയം പറഞ്ഞത് തന്നെ തെറ്റാണ് എന്ന് പോയിന്റ് ഔട്ട്. സോണിയയുടെ കാര്യം അങ്ങനെയാണ്. ഓക്സ്ഫോർഡ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഓക്സ്ഫോർഡിലെ സ്കൂളാണ്, പഠിച്ച എവിടെയാണ്? ഓക്സ്ഫോർഡിൽ. അതൊരു സ്കൂളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ 2005 സർട്ടിഫിക്കറ്റ്. അയാൾ പഠിച്ചു എന്ന് പറഞ്ഞ വർഷത്തെ അല്ല, അതും ഒരു സ്ത്രീ ഒപ്പിട്ടതാണ്. ഇത് നമ്മളൊരു മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിരുന്നു. ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, വിക്കിപീഡിയയിൽ പറയുന്നത് ഞാനിപ്പോൾ നോക്കിയപ്പോഴും, ട്രിനിറ്റി കോളേജ് കേംബ്രിഡ്ജിൽ നിന്ന് MPhil ചെയ്തു 1995. അത് കഴിഞ്ഞ് ബോസ്റ്റണിൽ മസാച്യുസെറ്റ്സിൽ ദ മോണിറ്റർ ഗ്രൂപ്പ് കൺസൾട്ടിങ് ഫേമിൽ ഇയാൾ ചേർന്നു. ആ ഗ്രൂപ്പ് ഞാൻ നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, മൈക്കിൾ പോർട്ടർ എന്ന് പറഞ്ഞ് ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരാൾ തുടങ്ങിയതാണ് ഈ മോണിറ്റർ ഗ്രൂപ്പ്. അവിടെ 3 കൊല്ലം രാഹുൽ ഗാന്ധി ജോലി ചെയ്തിട്ടുണ്ട്. ആ കമ്പനി 2012 പാപ്പരായിപ്പോയി, ഈ ജോലി ചെയ്തിരുന്ന മോണിറ്റർ ഗ്രൂപ്പ്. അത് കഴിഞ്ഞ് ഇയാൾ തിരിച്ചു വന്നിട്ട് മുംബൈയിൽ 2002 മെയ് 27 ബാക്ക് ഓഫ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞതിന് തുടങ്ങി. ഇത് കമ്പനികൾക്ക് ബാക്ക് ഓഫീസ് ഉപദേശ സർവീസൊക്കെ കൊടുക്കും എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ബാക്ക് ഓപ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ലണ്ടനിൽ തുടങ്ങി. അപ്പോൾ അത് ഓഗസ്റ്റ് 21, 2003. അപ്പോൾ
ഈ ഇന്ത്യൻ കമ്പനിക്ക് കിട്ടിയിരുന്ന വരുമാനമൊക്കെ ഫോറിൻ എക്സ്ചേഞ്ചിലാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്, വിദേശ നാണ്യം. ഇത് എന്താന്ന് വെച്ചാൽ ലണ്ടനിലെ കമ്പനി ഈ ഡിഫൻസ് സപ്ലൈ ആണ് ചെയ്തിരുന്നത് എന്ന് പറയുന്നുണ്ട്. പ്രതിരോധ അതിൻ്റെ ഡയറക്ടറായിരുന്ന ഒരാളുമായി ബന്ധപ്പെട്ട് അന്ന് നമ്മുടെ സ്കോർപിയൻ അന്തർവാഹിനി ഇടപാടിൽ ചില കിക്ക് ബാക്സ് കിട്ടിയെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതാണ് ഡിഫൻസ് ഡീൽസ് ആണ്. അതിലൊരാളുടെ പേര് വരും, പ്രതിരോധ മന്ത്രി ആന്റണി ആയിരുന്നു. അപ്പോൾ ഈ വിദേശ നാണ്യം കിട്ടുന്നതൊന്നും അധികൃതരെ അറിയിച്ചിരുന്നില്ല. രാഹുൽ ഗാന്ധി ആകുമ്പോൾ ഒന്നും അറിയിക്കണ്ടല്ലോ. അപ്പോൾ അത് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞിട്ടുണ്ട്. ഈ കമ്പനി അതുപോലെ ഇതിൽ ഡയറക്ടറായിട്ട് ഒരു US പൗരനുണ്ടായിരുന്നു, അമേരിക്കൻ പൗരൻ, ഉൾറിക് ആർ മക്നൈറ്റ് എന്നാണ് അയാളുടെ പേര്. ഉൾറിക് ആർ മക്നൈറ്റ്, അമേരിക്കക്കാരൻ ബാക്ക് ഓപ്സിൽ ഡയറക്ടർ. അപ്പോൾ 2 ബാക്ക് ഓപ്സിലും ഈ ഉൾറിക് ഉണ്ടായിരുന്നു. ഈ ബോംബെയിൽ തുടങ്ങിയപ്പോഴും ഉണ്ടായിരുന്നു. ബോംബെ കമ്പനിയിലായിരുന്നു പ്രിയങ്കയും ഉണ്ടായിരുന്നത്. അപ്പോൾ കമ്പനികൾ ബാക്ക് ഓപ്സ് എന്ന് പറയുന്നതൊക്കെ സെയിം ആണ്. അപ്പോൾ ഈ ബാക്ക് ഓപ്സ് ലണ്ടനിലത്തെ 2009 ക്ലോസ് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആനുവൽ റിട്ടേൺസിൽ ബ്രിട്ടീഷ് നാഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇയാൾ കൊടുത്തിട്ടുള്ള. ഇത് മറ്റേ അമേഡിയിൽ ഇയാൾ വെളിപ്പെടുത്തുമല്ലോ, സത്യവാങ്മൂലം കൊടുക്കുമല്ലോ, ആ കടലാസുകളിലും ഉണ്ട് ഈ റിട്ടേൺസ് കൊടുത്തത്. അപ്പോൾ അതിൽ തന്നെ ബ്രിട്ടീഷ് സിറ്റിസൺ എന്നുണ്ട്. അവിടെ പക്ഷെ റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി കൊടുത്തപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ അത് തള്ളുക ചെയ്തത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെയും ഈ പരാതി കൊടുത്തിട്ടുണ്ട് അന്ന്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഓഫ് ദി കമ്പനി ബാക്ക് ഓപ്സിൻ്റെ അതിൽ 2003 പറഞ്ഞിരിക്കുന്ന ഒരു കടലാസ് നോക്കിയാൽ, ഇപ്പോൾ ഇവിടെ കോൺഗ്രസ് വിതരണം ചെയ്യുന്ന ഒരു കടലാസ് നോക്കിയാൽ ബ്രിട്ടീഷ് സിറ്റിസൺ എന്നുള്ള അടുത്ത് സിറ്റിസൺഷിപ്പ് ബ്രിട്ടീഷ് എന്നുള്ളത് മഷി കൊണ്ട് വെട്ടിയിട്ട് ഇന്ത്യ എന്നാക്കിയതായിട്ട് അവർ കോൺഗ്രസ്സുകാർ വിതരണം ചെയ്തതായിട്ട് കാണാം. പക്ഷേ ഒറിജിനൽ ഇയാളുടെ ഇങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതാണ് ഈ ബാക്ക് ഓപ്സിൻ്റെ കഥ. ബാക്ക് ഓപ്സിൻ്റെ ഇതിൽ ഇയാൾ ബ്രിട്ടീഷ് പൗരനാണെന്നുണ്ട്. കാരണം അവിടെ പൈസ ഉള്ളവർക്ക് തുടങ്ങാനായിട്ട് അവിടുത്തെ റെസിഡൻഷിപ്പ് കൊണ്ടൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷെ കടലാസിൽ ബ്രിട്ടീഷ് സിറ്റിസൺ എന്നാൾ എഴുതിയിട്ടുണ്ട്. നമ്മളിത് പറയുമ്പോൾ മുമ്പൊരിക്കൽ പറഞ്ഞപ്പോൾ അല്ലാതെയും അവിടെ തുടങ്ങാമെന്നൊക്കെ പറഞ്ഞ് ചില പ്രേക്ഷകർ കമൻറ്റ്. മാത്രമല്ല അവിടെ ഈ കരീബിയൻ ഐലൻഡുകളിൽ സെൻറ്റ് ലൂസിയ എന്നൊക്കെ പറയുന്ന കരീബിയൻ ഐലൻഡുകളിൽ നമ്മൾ 25 ലക്ഷം രൂപയോ മറ്റോ നിക്ഷേപിച്ചാൽ നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും. കുഞ്ഞ് ദ്വീപരാജ്യങ്ങളാണ്, അവിടെയും നിക്ഷേപമുണ്ട്, അവിടുത്തെ പൗരത്വം ഉണ്ടെന്ന് പറയുന്നു. കയ്യിൽ ഇന്ത്യൻ പാസ്പോർട്ടിന് പുറമെ കരീബിയൻ ഐലൻഡിലെ പാസ്പോർട്ട്, ബ്രിട്ടീഷ് പാസ്പോർട്ട് ഒക്കെ രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് എന്ന് കാണിച്ചിട്ടാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ മറ്റോ കേസ് തോന്നുന്നു. അതെ. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ വേറൊരു സ്ഥലത്തെ പൗരനാണെങ്കിൽ ഈ ഒന്നും പറ്റില്ല, ഈ വക പരിപാടിയൊന്നും രാഷ്ട്രീയം പറ്റില്ല, പ്രധാനമന്ത്രി ആകാനും പറ്റില്ല, ഒരു പരിപാടി മത്സരിക്കാനും പറ്റില്ല. അമേരിക്കയിലും അവിടെ ജനിച്ച ആൾക്ക് പ്രസിഡന്റൊക്കെ ആകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി. അതാണല്ലോ നമ്മൾ നെതന്യാഹുവിൻ്റെ കാര്യത്തിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അമേരിക്കയിലാണ് പഠിച്ചതുമൊക്കെ. അവിടെ പക്ഷേ പുള്ളിക്ക് രാഷ്ട്രീയത്തിൽ ഏർപ്പെട്ട് പ്രസിഡന്റ് ഒന്നും ആകാൻ പറ്റില്ല. ജനിച്ചത് അവിടെയല്ല, ഇസ്രായേലിൽ പോയി അവിടെ പ്രധാനമന്ത്രിയായി. അങ്ങനെയാണ്. അപ്പോൾ ഇത്തവണ ഈ പൗരത്വ കേസിൻ്റെ അകത്തൊരു തീരുമാനം ഉണ്ടാവും. അല്ല, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മറുപടി പറയേണ്ട ഒരു കമ്മിറ്റ്മെന്റ് വരിക. ഞാൻ അതിശയിക്കുന്നത് ഇത്രയും വലിയ സെൻസേഷണലായ ഒരു സാധനം കിട്ടിയിട്ട് കോടതി വിശദീകരണം ചോദിച്ചിട്ട് പോലും, ഒരു ഹർജി വന്നിട്ട് പോലും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ ഒരു തീർപ്പ് പറയാതെ ഇത്രയും കാലം നീട്ടിക്കൊണ്ടു പോയത് എന്താണ്? ഇപ്പോഴും ഉഴപ്പുന്ന പോലെ തോന്നുന്നുണ്ട്. കാരണം ഉള്ള കടലാസ് വെച്ചിട്ട് ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത കടലാസിന് രാഹുൽ ഗാന്ധി എന്ത് മറുപടിയാണ് ആഭ്യന്തര വകുപ്പിന് കൊടുത്തത്? അത് നമുക്കറിയാൻ അവകാശമുണ്ട്. അത് മാത്രമല്ല, ഇനി അതങ്ങനെയല്ല, ഇത് പറയുന്നതൊക്കെ ഫേക്കാണ്, കള്ളത്തരമാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വേറെ പൗരത്വം ഇല്ല എന്ന് പറഞ്ഞാൽ ആ വിവാദം അങ്ങ് അവസാനിച്ചു. അപ്പോൾ കേന്ദ്രത്തിന് ചിലപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ കിടക്കട്ടെ ഒരു സംശയം, അങ്ങനെയാവാം, അങ്ങനെയൊക്കെ ആകാം സംശയം. പക്ഷേ ഈ റിട്ടേൺസ് നമ്മളും കണ്ടിട്ടുള്ളതല്ലേ, മറ്റേ ബാക്ക് ഓപ്സിൻ്റെ കടലാസുകൾ ഇപ്പോഴും ഞാൻ നോക്കിയതാണ്. അതിൻ്റെ അകത്ത് സിറ്റിസൺഷിപ്പ് മറ്റേ ബ്രിട്ടീഷ് നാൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ചിലപ്പോൾ അവിടെ തന്നെ താമസിക്കണമെന്ന് തോന്നിയിട്ടുണ്ടാവാം. കോൺഗ്രസ്സുകാർ പറയുന്നത് റൗൾ വിൻസി എന്ന് പേര് മാറ്റിയത് രാജീവ് ഗാന്ധി കഴിഞ്ഞപ്പോൾ സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ്.
എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് പേര് മാറ്റിയാലും ഒരാൾക്ക് കൊല്ലണം എന്നുണ്ടെങ്കിൽ ഈ ചാവേർ സ്വഭാവമുള്ള ആളുകളല്ലേ അമേരിക്കൻ പ്രസിഡന്റുമാരെയൊക്കെ പേര് മാറ്റിയാൽ പിന്നെ പേര് ഇതല്ല ആൾ മാറിപ്പോയെന്ന് പറഞ്ഞ് പോവുമായിരിക്കും. പേര് മാറ്റിയിട്ട് അറിയപ്പെടാതെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പരിപാടിയൊക്കെ പോയി താമസിക്കണം. അതെ, വേറെ പേരിൽ വേറെ സ്ഥലത്തൊക്കെ പോയി താമസിക്കാം. ഏതായാലും വല്ലാത്ത ദുരൂഹതയാണ്. ഒരുപക്ഷെ ദുരൂഹത കേന്ദ്ര സർക്കാർ കോടതി മുമ്പാകെ അവസാനിപ്പിക്കും. ഡിസംബർ 19 ഇപ്പം നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഈ കാര്യത്തിൽ ദിവസമാണെന്ന് തോന്നുന്നു. അന്ന് മറ്റേ ആഭ്യന്തര വകുപ്പിൻ്റെ വിവരം കൊടുക്കാം എന്ന് ഇപ്പോൾ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് SB പാണ്ഡെയുടെ, ഡെപ്യൂട്ടി സോളിസിറ്റർ. അപ്പോൾ ഡിസംബർ 19 നമുക്ക് കാത്തിരിക്കാം, എന്നിട്ട് ബാക്കി പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.